പറഞ്ഞു എനിക്കത് വലിയ ഭാരമാണ്, അത് വലിയ സംഗതിയാണ്, അത് നിങ്ങൾ ചെയ്തോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എന്ന് മൂപ്പരും മറുപടിയും പറഞ്ഞു. അത് അന്ന് ഞാൻ എഴുതിയത് അപ്പടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാണ് അന്ന് പ്രബോധത്തിൽ എഴുതിയത്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതി വന്നതോട് കൂടിയിട്ട് തന്നെ ആളുകൾക്ക് അതിലൊന്നും പിന്നെ സംശയം ഇല്ലാതായിരിക്കും. അപ്പോൾ അന്ന് പിന്നെ ഉടൻ തന്നെ ഒരു 1-2 ആഴ്ച മുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ബോധനം എന്ന് പറഞ്ഞിട്ട് ബോധനത്തിൻ്റെ പഴയ ഒരു അടിയന്തരാവസ്ഥക്കാലത്ത് കബീർ സാഹിബും അബ്ദുല്ലാഹി തങ്ങളും കൂടി ബോധനം എന്ന് പറഞ്ഞ് ഒരു മാസിക തുടങ്ങി. മാസികയായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ആ ഡിക്ലറേഷനുമിൽ പിന്നെ ഈ 1992-93 ബോധനം മാസികാരങ്ങൾ, ബോധന വാരിക, പ്രബോധനം തന്നെ ബോധനം എന്നുള്ള പേരിൽ ചെറിയ ചില വ്യത്യാസങ്ങളോടും മാറ്റങ്ങളോടൊക്കെ ആയിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് 1995 വരെ അതങ്ങനെ നടന്നു. 95-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 93-ലും 94-ലും പിന്നെ ഉണ്ടായിട്ടില്ല. 95 പ്രബോധനം പുനരാരംഭിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഇനി പത്രാധിപരായിട്ട് ഈ നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് പത്രാധിപരായിട്ട് നിന്നതാണ്, തുടങ്ങിയതാണ്. പിന്നെ അത് 1921-ലായിട്ടാണ്, അല്ല 2021-ലും അതേ രീതിയിൽ അങ്ങനെ തുടർന്നു പോകും. അപ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രബോധനത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ആൾ ഞാനായിരിക്കും. പ്രബോധനത്തിലാണ് തുടർച്ചയായിട്ട്. അതുപോലെ 4 നൂറ്റാണ്ട് കാലത്തോളം അതിൻ്റെ പത്രാധിപരായിട്ട് ഇരുന്നതും മിക്കവാറും ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷം ഇപ്പോഴും ഞാൻ പ്രബോധനത്തിൽ നിന്ന് പറ്റ വിട്ടു എന്ന് പറഞ്ഞുകൂടാ. ഇത് പ്രബോധനത്തിൽ വരുന്ന ഖുർആൻ ബോധനം എപ്പോഴും ഞാൻ തന്നെയാണ് എഴുതുന്നത്. അതങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെ മരിക്കോളം അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നത്. ഖുർആൻ ബോധനം 1998 ലാസ്റ്റ് ഡിസംബറിലെ മറ്റാണ് ഖുർആൻ തഫ്സീറുൽ ഖുർആൻ അവസാനിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ അതാണ് തീർന്നു എന്നുള്ള ആൾക്ക് ഇരിക്കുമ്പോഴാണ് പിന്നെ ഉടനെ ആളുകളുടെ വായനക്കാരിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. പ്രബോധനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു തഫ്സീറുൽ ഖുർആൻ. അതുപോലെ ഒരു ഖുർആൻ പഠനപംക്തി അതിൻ്റെ ഇതായിട്ട് നെറ്റിക്കുറിയായിട്ട് എന്നും വേണം, ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് താമസിക്കരുത് എന്ന് പറഞ്ഞ് ഒരുപാട് വായനക്കാർ ആവശ്യപ്പെട്ടു. അപ്പം ഞങ്ങൾക്കും ആദ്യം തോന്നിയിരുന്നു പ്രബോധനത്തിൽ ഖുർആൻ ഇല്ലാതായാൽ അതൊരു കുറവായിട്ട് തന്നെ നിൽക്കും. നമ്മളൊരു പ്രത്യേകതയായിട്ട് വേറൊരു പത്രം അന്ന് ആ കാലത്തും ഇല്ല, അതിന് ശേഷവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഖുർആൻ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചു വരുന്ന ഒരു പംക്തി ഇല്ല. അപ്പം അത് കൊണ്ട് നമ്മളത് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ഒരു ആലോചന ഉണ്ട്. പക്ഷേ എത്ര വലിയ സമ്മർദ്ദമൊന്നും ഉണ്ടാവുന്ന അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ സമ്മർദ്ദങ്ങളും കൂടി വന്നപ്പോൾ ഒരു എഡിറ്റോറിയൽ യോഗം ടി കെ മൗലവിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്നപ്പോൾ ആര് ചെയ്യും എന്ന് വെച്ചിട്ട് അതിനെ അന്വേഷിച്ച് നോക്കിയിട്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല, കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറില്ല. ഓരോരുത്തർ അവർക്ക് താല്പര്യമുള്ള ഭാഗങ്ങൾ അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക, ഇതിനായിട്ട് ഇരിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ പിന്നെ അന്ന് ടി കെ മൗലവി പറഞ്ഞ് ഇഞ്ചാണ്ട് ചെയ്താൽ മതി എന്നറിയാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് വലിയ ഭാരമാണ്, അത് വലിയ സംഗതിയാണ്, അത് നിങ്ങൾ ചെയ്തോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എന്ന് മൂപ്പരും മറുപടിയും പറഞ്ഞു. അതിനകത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് അത് തുടങ്ങിയത്. അത് തുടങ്ങി 1-2 ആഴ്ച വന്നപ്പോഴേക്ക് പലരിൽ നിന്നും നല്ല അഭിപ്രായങ്ങളാണ് വന്നത്. അപ്പോൾ അത് മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കർത്ഥങ്ങൾ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചുറ്റുപാടുകളുടെ വേഗം സംവേദനം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യാഖ്യാന ശൈലിയും വ്യാഖ്യാനവും ആയപ്പോൾ പലർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇത് തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കത്തുകൾ വന്നിരുന്നു. അപ്പോൾ പിന്നെ ഒരു ധൈര്യം കിട്ടി, അങ്ങനെയാണ് ചെയ്തത്. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം നമ്മുടേതായ ചില അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറും, വലിയ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ അത് നിർത്തേണ്ടി വരും, അപ്പോൾ നിർത്തിയും ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്ന കാലത്ത് അങ്ങനെ തുടങ്ങിയത്. പക്ഷേ അങ്ങനെയൊന്നും അതിന് ആ രീതിയിലുള്ളൊരു വിമർശനം വന്നില്ല. ഇത് തുടരാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള ഒരു വിമർശനം എവിടെ നിന്നും ഉണ്ടായില്ല. ചില തിരുത്തുകളൊക്കെ വന്നു അതിലിടയ്ക്ക്. പിന്നെ സുന്നികളിൽ നിന്നും അതുപോലെ
പിന്നെ മുജാഹിദികളിൽ നിന്നൊക്കെയുള്ള ചില പിന്നെ വിമർശനങ്ങൾ. അപ്പോൾ ആ വിമർശനങ്ങൾക്ക് ആദ്യകാലത്ത് ഞാൻ ഇതിൽ കൂടി തന്നെ മറുപടി എഴുതാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ വായനക്കാരതിനെ എതിർത്തു. അത് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഖുർആൻ ബോധനത്തിൽ അതൊന്നൊരു വിഷയമാക്കാൻ പാടില്ല, ഖുർആൻ നിങ്ങൾ ചെയ്തു വരണ മാതിരി ചെയ്ത് മറ്റ് പറയേണ്ടവർ അവർ പറഞ്ഞോട്ടെ, അത് വേറെ ആൾക്കാർ മറുപടി പറഞ്ഞോളൂ, ഇതിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിൽ നിന്നാണ് അത് കൂടുതൽ. അവിടെ ഈ വിഭാഗത്ത് പോലുള്ള വിഷയങ്ങളിലാണ് അധികം ചർച്ച ഉണ്ടായിരുന്നത്. അവിടെ ഒന്നും വിഭാഗത്തൊന്നും അവിടെ വലിയ ചർച്ചയല്ല. ആ ഭാഗത്തു നിന്നാണ് അധികം ആ വക കത്തുകൾ വന്നത്. ഈ വക സംഗതികൾ നിങ്ങൾ ഈ പറഞ്ഞ തർക്കമൊന്നും ഞമ്മക്കറിയില്ല, അതൊന്നും ഇതിൽ കുത്തിത്തിരിക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വായനക്കാർ ആ ഭാഗത്തു നിന്നൊക്കെ എഴുതിയിരുന്നു. പിന്നെ അത് നിർത്തി. പിന്നെ ആര് സുന്നികളായാലും മുജാഹിദീങ്ങളായാലും ആര് വിമർശിച്ചാലും ഖുർആൻ ബോധനത്തിൽ അത് ഉൾപ്പെടുത്താറില്ല. വേറെ പിന്നെ വല്ല കത്തുകളായിട്ടൊക്കെ ചിലപ്പോൾ മറുപടി പറയേണ്ടതാണ് ഈ മറുപടി പറയാമെന്നല്ലാതെ. അത് കുറേ കഴിഞ്ഞൊരു അൽബക്കറ കഴിഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ അഭിപ്രായപ്പെട്ടു അതൊരു പുസ്തകമായിട്ട് വരണം. അങ്ങനെ പുസ്തകമായി 2002 തോന്നുന്നത് അതിൻ്റെ 1-ാം വാള്യം ഇറങ്ങി. അത് നല്ല സ്വീകരണമാണ് ആളുകളിൽ നിന്ന് കിട്ടിയത്. അത് ഒരു കൊല്ലം കൊണ്ട് തന്നെ 2 എഡിഷൻ ഇറങ്ങിയെന്ന് എൻ്റെ ഓർമ്മ. അന്ന് അതൊക്കെ അത്ര വലിയ പുസ്തകങ്ങൾ ഒന്നും ഒരു കൊല്ലം കൊണ്ടൊന്നും 2 എഡിഷൻ ഇറങ്ങുക എന്നുള്ളത് അന്നൊന്നും സാധ്യമല്ല. അതുപോലെ പിന്നെ ആ കാലത്ത് തന്നെ ഖുർആനിൽ നടത്തിയ ഒരു വലിയ പരിശ്രമമാണ്. ഞാനും KC അബ്ദുള്ള മൗലവിയും കൂടി ചേർന്നിട്ട് മൂപ്പരെ കൊണ്ട് വായിപ്പിച്ചിട്ട് തഫീമുൽ ഖുർആൻ്റെ തർജിമ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മൗദൂദ് സാഹിബിൻ്റെ തന്നെ ആ ഇപ്പോൾ ഉള്ള തഫീമുൽ ഖുർആനിലുള്ള വിവർത്തനം തന്നെയാണത്. അത് പിന്നെ തഫീമുൽ ഖുർആനിൽ മുഹമ്മദ് മൗലവി മൂപ്പരുടെ സ്വന്തം വിവർത്തനമായിരുന്നു ഖുർആൻ ആയത്തുകൾക്ക് നൽകിയിരുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്തിയിട്ട് തർജിമ ഖുർആൻ നമ്മൾ ഒറ്റ വാള്യത്തിൽ ഇറക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അതാര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴും അതും എൻ്റെ തലക്കാണ്. ഞാനതിങ്ങനെ കുറേച്ചായിട്ട് ഇങ്ങനെ ചെയ്തത് നീങ്ങണില്ല എന്ന് കണ്ടപ്പോൾ KC അബ്ദുള്ള മൗലവിനെ അതിൻ്റെ പിന്നെ മേൽനോട്ടത്തിനെ ഏൽപ്പിച്ചു. അപ്പോൾ അത് 2 ഉദ്ദേശമായിരുന്നു. ഒന്ന് KC നല്ല ഖുർആൻ പണ്ഡിതനാണ്, രണ്ടാമതായിട്ട് KC ഒരു സംഗതി ഏറ്റെടുത്താൽ പിന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല, അത് പൂർത്തിയാക്കുക എന്നുള്ളത് മുപ്പരൊരു ഇതാണ്. അതിനൊരു കമാൻഡിങ് പവറൊക്കെ മുപ്പർക്കുണ്ട് ചെയ്യാൻ. മുപ്പരിനോട് പറഞ്ഞ് എഴുതിയിട്ട് ഞാനിവിടെ വരും, അപ്പോൾ വരുമ്പോൾ അതുവരെ എഴുതിയതുള്ളത് വായിച്ചു തരണം, വായിച്ചു തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടക്ക് തിരുത്തലുകളുണ്ടെങ്കിൽ തിരുത്തലുകൾ എത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ മുപ്പര അന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓഫീസിൽ വരും. അന്ന് മുപ്പര അമീറാണ് അന്നുണ്ട്, മുപ്പര അക്കാലത്ത് അമീറായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ മൂപ്പർക്ക് കുറേയും കൂടി കഴിഞ്ഞാൽ മൂപ്പർക്ക് ആഴ്ചക്ക് വരാൻ വയ്യാത്തൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞ് വീട്ടിലേക്ക് വരണം. പിന്നെ അതിന് അവിടുന്ന് ഓഫീസിൽ കാറുണ്ട്, കാർ എടുത്തിട്ട് പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ മിക്ക ദിവസം രാവിലെ ഞാൻ ചേന്നമംഗലൂർ വണ്ടിയായിട്ട് പോകും, എന്നെ മൂപ്പർക്ക് വായിച്ചു കൊടുക്കും. അങ്ങനെ ആണ് അത് വേഗം തീർന്നു. മൂപ്പരതിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തോട് കൂടിയിട്ട് 1988 അത് തീർന്നത്. 88 അത് പൂർത്തിയായി. അപ്പോൾ അത് ഒരു 84 മറ്റോ 85 84 എന്നെ ഏൽപ്പിച്ചത്. അത് ഞാൻ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മൂപ്പര് ഏറ്റെടുത്തതിന് ശേഷം മൂപ്പരുടെ ഇതുകൊണ്ട് പിറ്റേന്ന് മൂപ്പര് ചെന്നിട്ടില്ലെങ്കിൽ ചോദിക്കും എന്താ വരാത്തതെന്ന്. അപ്പോൾ അപ്പോഴേക്ക് കുറച്ചെങ്കിലും എഴുതി വെക്കണം. അങ്ങനെ എഴുതി തീർത്തതാണത് ഖുർആൻ ബോധനം. പിന്നെ ഖുർആൻ ഭാഷ്യം അതൊന്നും ഇപ്പോൾ 22 മതിയായിട്ടുണ്ടാകും. 2018 അതിനെ 22-ാം എഡിഷൻ ഇറങ്ങിയത്. അതിൻ്റെ ശേഷം എഡിഷൻ ഇറങ്ങിയോ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതിൽ ചിലപ്പോൾ എനിക്ക് വേറെ ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഇടക്ക് നടന്ന ഒരു ഇത്. പിന്നെ അതിലിടക്ക് ഈ പുസ്തകമായതിനു ശേഷമാണ് ഫിഖ്ഹുസ്സുന്നായ ഏതാണ്ട് അവസാനിച്ചത്. അപ്പോൾ അതിൽ ആദ്യം അബ്ദുൽ ഹസൻ, പിന്നെ കുറച്ച് ഇസാഖ് അലി മൗലവി, പിന്നെ അതിൻ്റെ ശേഷം ഞാനാണ് അതിൻ്റെ ഭൂരിഭാഗം ചെയ്തത്. തഫീമുൽ ഖുർആനും ഞാൻ പ്രബോധനം ഏറ്റെടുക്കുന്ന കാലത്ത് പിന്നെ 2 വാള്യങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. അത്രേ എത്തിയിട്ടുള്ളൂ. സൂറത്തുൽ കഹ്ഫ് വരെ പകുതി എത്തിയിട്ടുള്ളൂ. പക്ഷേ ആ പകുതി 2 വാള്യങ്ങളേ ഉള്ളൂ. പിന്നുള്ള പകുതി 4 വാള്യങ്ങളുണ്ട്. 3 മുതൽ 6 വരെ. അത് മുഴുവൻ ചെയ്തത് ഞാൻ തന്നെയാണ്. അതിലിടയ്ക്ക് പിന്നെ ചില സൂറകളൊക്കെ വേറെ ഉള്ളവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂറ ടീച്ചർ സൂറത്തുൽ ഹുജറാത്ത് ചെയ്തിരുന്നു, VK അലി സാഹിബ് സൂറത്തുൽ നൂർ ചെയ്തിരുന്നു.
അങ്ങനെ ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കെഹ്ഫ് ചെയ്തത് കെഹ്ഫ് ഞാൻ പിന്നെ എൻ്റെ ഇതിൽ തന്നെ ചെയ്തത് കെഹ്ഫ് അതിൻ്റെ മുമ്പ് തന്നെ ടി കെ അബ്ദുൽ മൗലവി തന്നെ ഒരു പിന്നെ ചെയ്യുകയും ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത അത് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ തനിച്ച് തന്നെയാണ് ചെയ്തത്. വിഭാഗത്തിന് അനുസരണം എന്ന അർത്ഥമില്ല, അനുസരണം എന്ന അർത്ഥം പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അന്ന് ഉമർ മൗലവിയും മുജാഹിദീങ്ങളുടെ വലിയൊരു വിഭാഗവും വലിയ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അത് എറണാകുളത്ത് അതിനൊരു സംഭാഷണം നടത്തി ഇവർ മുജാഹിദ് നേതാക്കളും ജമാഅത്തുകാരും ഒരുമിച്ച്. അത് മുമ്പുമായിട്ട് ഒരുപാട് തർക്കങ്ങളായി നടക്കുന്നത്. കെ സി അബ്ദുൽ മൗലവി ആ വിഷയത്തിൽ ഒരു പിന്നെ വലിയ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, മറ്റൊരും പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതങ്ങനെ അങ്ങോട്ട് ഖണ്ഡനം മണ്ണനായിട്ട് കുറേ കാലം നടന്നിരിക്കുന്നു. പക്ഷേ അതൊരു വിഡ്ഢിത്തമായിരുന്നു. മുജാഹിദീങ്ങൾക്ക് എന്തോ പറ്റിയ ഒരു അബദ്ധമാണെന്നാണ് ഞാനിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ്. അത് പഴയ ഗ്രന്ഥങ്ങളോ ഡിക്ഷണറികളൊക്കെ നോക്കിയാൽ അത് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അവർ അത് രാഷ്ട്രീയത്തെ ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കൽ അവർക്കന്ന് വലിയൊരു ആവശ്യമായിരുന്നു. മറ്റ് പിന്നെ ഭരണഘടന അതുപോലെ ഇതുകളൊക്കെ അനുസരിക്കൽ പിന്നെ അപ്പോൾ ശിർക്കായി വരുമല്ലോ, ഇസ്ലാമിനെതിരായി വരുമല്ലോ. മറ്റ് ഭരണാധികാരികളൊക്കെ നിരുപാധികം അനുസരിക്കുക എന്നുള്ളത് ശിർക്കായി വരുമല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് അവർക്ക്. രാഷ്ട്രീയത്തിലൊക്കെ ഇഷ്ടംപോലെ ഓരോരോ പാർട്ടികളിലും ചേരാനൊക്കെ ഉള്ളൊരു സൗകര്യം ഇത് ആരാധന മാത്രമാക്കി ചുരുക്കലാണ് എന്ന് തോന്നിയിട്ടായിരിക്കണം അങ്ങനെ ഒരു വാദം അവർ ഉന്നയിച്ചത്. പിന്നെ അതാരോ ഉന്നയിച്ചപ്പോൾ അന്ന് ഉമർ മൗലവി ജമാഅത്തിൻ്റെ ബദ്ധശത്രു, അയാളത് ഏറ്റെടുത്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി നടന്ന് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിരുന്നു. പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ ഇത് വന്നതോട് കൂടിയിട്ട് തന്നെ ആളുകൾക്ക് അതിലൊന്നും പിന്നെ സംശയം ഇല്ലാതായിരിക്കും. ഇന്നിപ്പം മുജാഹിദീങ്ങൾക്കും അതിൽ സംശയമില്ല. അത് അവരും ഏതാണ്ട് എല്ലാ ഒരു ഇതൊക്കെ അംഗീകരിച്ചിരിക്കുന്ന ആരാധന മാത്രമല്ല അനുസരണവും കൂടി അതിലുള്ളതാണ്. ആ വിഷയത്തിൽ തന്നെയാണ് പിന്നെ ഖുർആൻ ബോധനത്തിൽ ഇത് വന്നപ്പോൾ യാ അയ്യുഹന്നാസ് എന്നുള്ള ആയത്ത് വന്നപ്പോഴാണ് തോന്നുന്നുണ്ട് അവരതിനെ ഞാൻ കൊടുത്ത വ്യാഖ്യാനത്തിനെ എതിർത്തുകൊണ്ടിട്ട് പിന്നെ കത്തുകളും ചർച്ചകളൊക്കെ നടത്തിയത്. അത് പിന്നെ ഞാനതിന് അന്ന് അതിൽ മറുപടി പറഞ്ഞെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. പക്ഷെ അത് ആളുകൾക്ക് പിന്നെ ഒരു സംശയമില്ലാത്ത സംഗതിയായിട്ടായി മാറിയിരുന്നു. ഞാൻ അതിൻ്റെ ഒക്കെ മുമ്പ് തന്നെ 1970 71 ഞാൻ സന്മാർഗമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പാണെന്ന് തോന്നുന്നത്. അതിന് സന്മാർഗത്തിലുള്ളതെന്നാണ് തോന്നുന്നത്. അന്ന് ഞാൻ വിഭാഗത്തെ ആരാധന തന്നെയാണെന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിരുന്നു പ്രബോധനത്തിൽ. അപ്പോൾ ഞാനന്ന് സമർപ്പിച്ചത് ആരാധനയെ തന്നെ അനുസരണം ഇല്ലാതെ ഉണ്ടാവില്ല എന്നാണ്. വിധേയത്വവും അനുസരണവും ഇല്ലാതെ കണ്ടിട്ട് ആരാധന സാധ്യമല്ല എന്നാണ് ഞാനതിൽ സമർപ്പിച്ചത്. അത് ഒരുപാട് ആളുകൾ വായിക്കുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് അന്നുണ്ടായ ഒരു വലിയത്. പിന്നെ ഞാൻ ഭാഗവാക്കാകാതെയാണ് ഉള്ള ചില തർക്കങ്ങൾ പ്രബോധനത്തിലുണ്ടായത്. കുട്ടിയം സാഹിബും അബ്ദുറഹ്മാൻ സാഹിബും തമ്മിൽ സംസ്കരിച്ച് പിന്നെ പുരോഗമിക്കണോ അതല്ല പിന്നെ സംസ്കരണം രാഷ്ട്രീയം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ കുട്ടിയം സാഹിബിൻ്റെ അത് രാഷ്ട്രീയത്തിലൊക്കെ അധികാരം പിന്നെ അതൊക്കെ നേടിക്കൊണ്ടിട്ട് അതിന് ശേഷം ആളുകളെ സംസ്കരിക്കുക എന്നുള്ള ഒരു ലൈനാണ് മൂപ്പര്. അപ്പോൾ നമ്മൾ സ്വീകരിച്ച അബ്ദുറഹ്മാൻ സാഹിബൊക്കെ സ്വീകരിച്ച സംസ്കരണം ഇല്ലാതെ കണ്ടിട്ട് ശരിയായ പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അബ്ദുറഹ്മാൻ സാഹിബ് ആ വിഷയം കൈകാര്യം ചെയ്യുക. അവർ തമ്മിൽ അങ്ങനെ കുറച്ച് കാലം ആ ഒരു തർക്കം നടന്നിരുന്നു. പിന്നെ ഒന്നുണ്ടായത് എനിക്ക് തോന്നുന്നത് പിന്നെ കബീർ സാഹിബും മുജാഹിദീങ്ങളും തമ്മിൽ ഖലീഫയുടെ അർത്ഥം സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടായിരുന്നു. ഖലീഫ എന്ന് പറഞ്ഞാൽ പിൻഗാമി എന്നാണ് അർത്ഥം, അതിന് പ്രതിനിധി നടത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തർക്കം ഒരു കാലത്ത് നടന്നിരുന്നു. അതിലൊന്നും നമ്മളതിലൊന്നും പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. നന്നായിട്ട് കാര്യങ്ങൾ സമർപ്പിച്ചു. ഒരു കണക്കിൽ ആ വക തർക്കങ്ങൾ ഉണ്ടായത് ജനങ്ങൾക്ക് ഈ വക വിഷയങ്ങളെ പറ്റി കൂടുതൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവാൻ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലം ഞാൻ ഇത് കൈകാര്യം ചെയ്തിരുന്നു, പ്രശ്നവും വീക്ഷണവും കൈകാര്യം ചെയ്തിരുന്നു. അന്നുള്ള ചില എൻ്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഒരിക്കൽ ഇതുണ്ടായത് അമ്പ്യാക്കന്മാരുടെ ശരീരം ജീർണിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ അമ്പ്യാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു.
എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഹദീസൊന്നും അത്ര ബലമുള്ളതല്ല. അമ്പ്യാക്കന്മാരെ ശരീരം മറവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ മണ്ണ് തിന്നാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവരുടെ ശരീരത്തിന് കോട്ടൊന്നും പറ്റൂല വെച്ചെങ്കിൽ ആളുകൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അത് പുറത്തന്നെ വെച്ചാൽ പോരെ. അതുകൊണ്ട് മറ്റു ശരീരങ്ങളെ മാതിരി അതും മണ്ണ് തിന്നും എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിലിങ്ങോട്ട് ഇളകിയില്ല. അതിൽ ഒരുപാട് ആളുകൾ, അതിലും മുജാഹിദീങ്ങളും ജമാഅത്തിലും കുറേ ആളുകളുണ്ടായിരുന്നു. അതൊക്കെ ഹദീസിനെതിരാണ്. അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നണമെന്നോ ജീർണിക്കണമെന്നോ ഒരു നിർബന്ധമില്ല. അത് മണ്ണ് തിന്നണ്ട, പക്ഷെ അതിന് തെളിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യുക്തിയോട്ട് ആലോചിച്ചാൽ അത് നമ്മൾ പിന്നെ പുറത്ത് കിടന്ന് നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മയ്യത്ത് ബഹുമാനപൂർവ്വം കുഴിച്ചു മൂടുന്നത്. അത് കുഴിച്ചു മൂടി എല്ലാവരും കാണുന്നത് ഇത് മണ്ണിൽ ചേർന്നതായിട്ടാണ്. അതുപോലെ ഇത് ചേരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഈ കാന്തപുരക്കാരാണ് പിന്നെ വലിയ വിഷയമാക്കിയാണ്. നബിൻ്റെ പിന്നെ അത് ചീഞ്ഞു നാറെന്ന് പറഞ്ഞിരിക്കുന്നു പ്രബോധനം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പ്രസംഗിച്ചിരുന്നുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ ആരോ അതൊരു വിഷയമായിട്ട് എന്നിട്ട് അബ്ദുറഹ്മാൻ സാഹിബിനോട് ചോദിച്ചിരുന്നു, പ്രശ്നവും വീക്ഷണമെന്ന് പറഞ്ഞാൽ മറ്റേ ഇതിലാണ് മുജീബ് എന്ന് പറഞ്ഞ പങ്ക്തി അവസാനിക്കുന്ന മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ പണ്ട് പ്രബോധനത്തിൽ വന്നിരുന്നു പറഞ്ഞിട്ടൊരു പ്രചരണം കേൾക്കുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് അത് അന്ന് ഞാൻ എഴുതിയത് അപ്പടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാണ് അന്ന് പ്രബോധനത്തിൽ എഴുതിയത്. ഇതിൽ പിന്നെ ഹദീസിൽ അതിന് തെളിവില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ്. അവരും തെളിവുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. അതിൻ്റെ ഹദീസ് അതിന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിന് വകുപ്പുള്ളതും അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്താണ്, അത് കഴിഞ്ഞല്ല മറ്റേ അതിന് മുമ്പത്തെ കൊല്ലമായിട്ടാണ് തോന്നുന്നത്, വിശദമായിട്ട് മൂപ്പര ആ മറുപടികൾ മുഴുവൻ എടുത്ത് കൊടുത്തിരുന്നു. അന്ന് അതിൽ വന്ന പ്രബോധനത്തിൽ വന്ന അതേ മറുപടി തന്നെ അത് ഇതന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നു. പിന്നൊരു വിവാദം ഉണ്ടായത് പിന്നെ ലോട്ടറിയാണ്. ലോട്ടറിയും അത് കാര്യമായിട്ട് പൊക്കിപ്പിടിച്ചത് നമ്മളെ സിമിക്കാരാണ്. അന്ന് സിമിയാണ്. അതിന് ലോട്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോട്ടറി പിന്നെ ഹറാമാണ്, പാടില്ല എന്നൊക്കെയാണ് അധികം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നില്ല. അതിലൊരു ചൂഷണം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പിന്നെ ലോട്ടറി ഇപ്പം ഇന്ന് വ്യക്തികളല്ല നടത്തുന്നത്, സർക്കാരാണ് നടത്തുന്നത്. അതിലിപ്പോൾ ലേശം ചൂഷണം ഉണ്ടെങ്കിൽ തന്നെ അത് വ്യക്തികളല്ല ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഫലം സമൂഹത്തിന് മൊത്തത്തിലാണ് കിട്ടുന്നത്. ആ നിലയ്ക്ക് വേണമെങ്കിൽ അത് ഹലാലാണെന്നും പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ആ വശത്തിന് കുറച്ച് മുൻതൂക്കം കൊടുത്തിട്ട് തന്നെ ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ അതിൽ ചോദ്യം ഉണ്ടായിരുന്നത് ആ കാശ് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്നെ ചോദിച്ചാൽ അതാ ഈ ചോദ്യം കിട്ടിയ കാശ്. ഞാൻ പറഞ്ഞു അത് സർക്കാർ തരുന്ന ഒരു സമ്മാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ പാടുണ്ട് എന്നുള്ളത് സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടിട്ട് അതുകൊണ്ട് ഹലാലായ ഏത് സംഗതി ചെയ്യാം എന്ന നിലയ്ക്ക് മറുപടിയും പറഞ്ഞു. അപ്പോൾ അത് സിമിക്കാർ പ്രബോധനം ലോട്ടറി ഹലാലാക്കിയിരിക്കണമെന്ന് പറഞ്ഞ് പ്രബോധനം മാത്രമല്ല ഈ സുന്നികൾ ആരും അതിനെ എതിർത്തിട്ടില്ല. ഈ പണ്ടേ എതിർക്കാറില്ല. പിന്നെ ലോട്ടറി ഹറാമാണെന്നുള്ള അഭിപ്രായം സുന്നികൾക്കില്ല. സുന്നി പണ്ഡിതന്മാരൊക്കെ അത് ചെയ്യണവരും ഉണ്ട്, അതെനിക്കറിയാം. അതുപോലെ മുജാഹിദീങ്ങൾ അതങ്ങനെ ഒരു ജിഹാദായിട്ടൊന്നും പണ്ട് കേട്ടിട്ടില്ല. നമ്മളാണ് പിന്നെ ഇതിൽ ചൂഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമാക്കിയത്. MES അതുപോലെയുള്ള ചില സംഘടനകളൊക്കെ ഈ പിന്നെ അതിനാണ് അന്നും ലോട്ടറി നടത്തിയിരുന്നത്. MESകാരാണ് ആദ്യമായിട്ട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോട്ടറി നടത്തിയിരുന്നത്. അപ്പോൾ അതിനെ ജമാഅത്ത് അതിനെതിരായിരുന്നു. അതൊരു ചൂഷണമായ സംഗതിയാണ്, അത് നടത്താൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എനിക്കന്നും അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല, ഇന്നും യോജിപ്പില്ല. അത് പിന്നെ വ്യക്തികളൊക്കെ ഇങ്ങനെ നടന്ന് ചെയ്യണ മാതിരിയല്ലല്ലോ. അത് സർക്കാർ ലോട്ടറി നടത്തുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പിന്നെ പൊതുജനങ്ങൾക്ക് തന്നെയാണ് ഉപകരിക്കുന്നത്. അതിനാണ് കേൾക്കുന്നത്. ബാക്കിയുള്ളതിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. സമ്മാനം കൊടുക്കാൻ പാടില്ല എന്നും എവിടെയില്ല, നറുക്കിടാൻ പാടില്ല എന്നും എവിടെയില്ല. പിന്നെ ആളുകളെ ഇത് എടുക്കാൻ പ്രേരിപ്പിക്കണത് ഇത് കിട്ടും എന്നുള്ളൊരു ഇതാണ്. ആ മോഹമാണ്. ആ മോഹത്തിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിലുണ്ട് താനും. ഇതാണ് എൻ്റെ ഒരു നിലപാട്.